ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂരിയായിരുന്നു. അപ്പോൾ പൂരിക്ക് മാവ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തേച്ച് ഉപ്പും ചേർത്ത്, ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ, കുറച്ച് വെള്ളം എടുത്തേച്ച് ആ പാത്രത്തിലൊന്ന് ചുറ്റിച്ചേച്ച് നമ്മളിങ്ങനെ പൊടി ഇട്ട് കൊടുത്ത് കുഴയ്ക്കുകയാണെങ്കിൽ നമ്മൾ പാത്രത്തിലൊന്ന് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സൈഡിലെല്ലാം പിടിച്ചിരിക്കത്തില്ലേ, അതുപോലെ പിടിച്ചിരിക്കത്തില്ല കേട്ടോ. ചുറ്റിനൊന്ന് വെള്ളം നമ്മളൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം വേണം. എന്നിട്ട് പിന്നെ കുറേശ്ശെ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചൊഴിച്ച് നമ്മൾ ആ മാവ് കുഴച്ചെടുക്കുക. പിന്നെ ഒരുപാട് നേരമായിട്ട് നമ്മൾ മാവ് കുഴയ്ക്കാൻ വേണ്ട കേട്ടോ. ഞാനിങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് കുഴക്കത്തേ ഉള്ളൂ. കുഴച്ചതിന് ശേഷം അത് അതുപോലെ തന്നെ ഒന്ന് അടച്ചു വെക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. മാവ് ഒരു ശകലം പോലും കട്ടിയില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ ഒത്തിരി നേരം ഇട്ട് ഇളക്കൊന്നും വേണ്ട. ഉപ്പും പച്ചവെള്ളം മാത്രം ചേർത്താണ് മാവ് കുഴച്ചേക്കുന്നത്, വേറെ ഒന്നും അതിനകത്ത് ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ പൂരിക്കുള്ള മാവൊക്കെ രാവിലെ കുഴച്ച് ഇനി ഇതൊന്ന് അടച്ചൊന്ന് വെക്കും. പിന്നെ ഇനി പൂരി ഉണ്ടാക്കാൻ നേരാകുമ്പോഴത്തേക്ക് എടുക്കുള്ളൂ കേട്ടോ. പാത്രത്തിലൊന്നൊരു ശകലം പോലും പിടിച്ചിട്ടില്ല. പാത്രത്തിൽ അതുപോലെ കയ്യിലും നമുക്ക് വലുതായിട്ട് അങ്ങനെ പിടിക്കത്തില്ലേ. അതുപോലെ തന്നെ പൂരിക്കുകയും മാവ് കുഴയ്ക്കുന്ന മാത്രമല്ല പരത്തുകയും ചെയ്യുന്നത് എണ്ണയിലൊന്നും അല്ല കേട്ടോ, പൊടിയിട്ട് തന്നെയാണ് പരത്തുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും ഈ പൊടിയിട്ട് പരത്തി കഴിഞ്ഞാൽ എണ്ണയിലിട്ട് എടുക്കുമ്പോഴത്തേക്ക് അത് കരിഞ്ഞായിട്ട് ആ പൊടിയൊക്കെ അതിനകത്ത് എണ്ണയ്ക്കകത്ത് കരിയത്തില്ല നിൽക്കും. അങ്ങനെ വരത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഒന്നിൻ്റെ പുറത്തോട്ട് ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി ഇട്ടാൽ മതി. അപ്പോൾ ആ അടിക്കടിക്ക് ഇടുമ്പോഴത്തേക്ക് ആ പൊടിയെല്ലാം കൂടെ അതിലോട്ട് തന്നെ പിടിച്ച് ആ മാവ് നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ. ശകലം പോലും പൊടി പിന്നെ അതേ കാണത്തില്ല. അങ്ങനെ ഒന്നിന് പുറത്തോട്ടായിട്ട് ചപ്പാത്തി എല്ലാം ഇങ്ങനെ പരത്തി എടുത്ത് ഞാൻ ചപ്പാത്തി അല്ല കേട്ടോ, പൂരി എല്ലാം കൂടെ പരത്തിയെടുത്ത് വെക്കുവാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പൂരിയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുപോലെ മതി, അല്ലെങ്കിൽ 2 കാപ്പി ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചപ്പാത്തിയും പൂരിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒറ്റ കാപ്പി ഉണ്ടാക്കിയാൽ മതി രാവിലെ, ഇല്ലെങ്കിൽ 2 കാപ്പി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ രാവിലെ പൂരിയുടെ മാവെല്ലാം ഒന്ന് കുഴച്ച് പരത്തി എല്ലാം എടുത്ത് എല്ലാം സെറ്റാക്കി. ഇതുണ്ട് അതിലെ മാവ് മൊത്തം പൊടിമാവ് മൊത്തം പോയി. അങ്ങനെ നല്ല ഇതായിട്ട് പിന്നെ എണ്ണ നല്ലപോലെ ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് അതിലേക്കിട്ട് പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ തന്നെയാണ് ഞാൻ ചപ്പാത്തിക്കും മാവ് കുഴയ്ക്കുന്നതും പരത്തുന്നതും എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇതുപോലെ തന്നെ അടുക്കി വെച്ചാണ്. അപ്പം നമ്മുടെ പാത്രത്തിൽ ഒരു ശകലം പോലും, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാത്രത്തിലാണെങ്കിലും ശകലം പോലും പൊടിയൊന്ന് കരിഞ്ഞിങ്ങനെ പിടിക്കത്തില്ല കേട്ടോ. നല്ല ഇതായിട്ട് തന്നെ നമ്മൾ ആ എടുക്കുന്ന പോലെ തന്നെ ഇരിക്കും. ഇതുണ്ട് ഇത്രയും നേരമായിട്ടും ഞാൻ ആ പൂരി ഇടയ്ക്ക് നല്ലപോലെ തിളച്ച എണ്ണയ്ക്കകത്തോട്ടാണ് ഇതിട്ട് എടുക്കുന്നത്. എന്നിട്ട് പോലും അതിനകത്തൊരു ശകലം പോലും പൊടി കരിഞ്ഞ് പിടിക്കും. നമ്മൾ അങ്ങനെ പൊടി കരിഞ്ഞ് പിടിച്ച് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അടിയിലായിട്ട് പൊടി ഇങ്ങനെ കറുത്ത് കിടക്കും. നമ്മൾ തിളച്ച എണ്ണയിലോട്ട് വീണ്ടും 2 3 ഒക്കെ ഇടുമ്പം തന്നെ പൊടി ഒരുപാട് അതിലുണ്ടെങ്കിൽ അത് കറുത്ത് തന്നെ ഇരിക്കും. പക്ഷേ ഇങ്ങനെ നമ്മൾ ഒന്നിന് പുറത്ത് ഒന്നായിട്ട് അടിക്കടിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലം പോലും പൊടി പിടിക്കത്തില്ല കേട്ടോ. അത് മാവിനകത്ത് എണ്ണയ്ക്കകത്തിടുമ്പോഴും അങ്ങനെ പ്രശ്നമൊന്നും വരത്തില്ല. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. ഇതുണ്ട് എണ്ണ നമ്മൾ ഒഴിച്ച പോലെ തന്നെ ഇരിക്കുന്ന ശകലം പോലും അതിനകത്ത് പിടിച്ചിട്ടില്ല, പൊടി അതിനകത്ത് വന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ അടി മട്ടായിട്ട് അടിഞ്ഞിട്ടില്ല. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി, പൂരിയൊക്കെ റെഡിയായി. ഇനി കഴിക്കാനൊക്കെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ ശരി ഞങ്ങൾക്ക് എല്ലാവരും കൂടെ കഴിക്കണം. അപ്പം കണ്ണന് കഴിക്കാനൊക്കെ കൊടുക്കുന്നു. കണ്ണൻ ഇനി സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ രാവിലത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂരിയും കിഴങ്ങറിയായിരുന്നു.